നമസ്കാരം. പ്രേമരാജൻ മുന്നാട്. ഇപ്പോൾ രാത്രി ഇന്ന് രാവിലെ ലോകകപ്പിൻ്റെ ഫൈനൽ അർജൻറ്റീന സ്പെയിൻ മാസ്കരവ്യമായ പോരാട്ടം. എന്താ പോരാട്ടം അല്ലേ? പക്ഷേ അർജൻറ്റീന എന്താ കളിച്ചത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ലോകോത്തര താരം, ലോക ചാമ്പ്യന്മാർ, ലോകത്തിൽ നമ്പർ 1 13 കളികളിൽ ജയിച്ചവർ. പക്ഷേ അജയ്യരായിട്ട് ആർക്കും എപ്പോഴും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇന്നലത്തെ കളി. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ പറയും കണ്ടത്തിൽ പിള്ളേർ കളിക്കുന്ന കളിയില്ലേ, അതാണ് അർജൻറ്റീന കളിച്ചത്. സ്പെയിന് കണ്ടത്തിൽ എന്ന് പറഞ്ഞാൽ വയലിൽ, മറ്റു സ്ഥലങ്ങളിലെ ആളുകൾക്ക് വയലെന്ന് പറഞ്ഞാലേ മനസ്സിലാവും. അവിടുത്തെ കുട്ടികൾ കളിക്കുന്ന പോലത്തെ കളിയാണ് കളിച്ചത്. വെറുതെ ബോളിൻ്റെ വഴി ഓടലാണോ അല്ല എന്താണ് എന്ന് ഒരു പിടുത്തം കിട്ടാത്ത ഒരു കളിയാണ് നടന്നത്. പണ്ട് ആസ്ട്രേലിയക്കെതിരായിട്ടാണ് തോന്നുന്നു ഒരു ക്രിക്കറ്റ് മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ ഒരു കളിയിൽ പരമാവധി 250 റണ്ണ്, 50 ഓവർ 250 റണ്ണ്, അതിന് മേൽപോട്ട് ആരടിച്ചാലും തോക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു. പക്ഷേ ഒരിക്കൽ സച്ചിൻ ഷെയ്ൻബോണിനെ എന്ന് പറയുന്നത് ഓരോ ഓവറിലും ഫുള്ള് 4 6 അടിച്ച് പരാജയപ്പെടുത്തുന്ന അല്ലെങ്കിൽ തകർത്തടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ആ കളിയിലും ക്രിക്കറ്റാണ്, ആ കളിയിൽ തോറ്റു വന്നു. എന്താ പറയേണ്ടത് 2 ബോൾ 10 റണ്ണ് എന്നുള്ള നിലയിലൊക്കെ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ശ്രീകാന്തും വെങ്കടേഷ് പ്രസാദും കളി ജയിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ടി വി കൂട്ടി പോക്കാണ്. കാരണം വെങ്കടേഷ് പ്രസാദാണ് ഇനി ഇറങ്ങാനുള്ളത്, ജഗവൽ ശ്രീനാഥാണ് അപ്പുറമുള്ളത്. പിന്നെ ഇവരിൽ എന്ത് പ്രതീക്ഷ? അവർ ബോളർമാർ മാത്രമാണ്. പക്ഷേ അവർ ഓരോ ബാറ്റ് അടിക്കുന്നതിന് 6ഉം 4 പോയി ആ കളി ജയിച്ചിട്ടുണ്ട്. പിന്നെ മുതലാണ് ഈ 300 റൺസ് 350 റൺസ് ഒന്നും ഒരു റൺസേ അല്ലാതായത്. എന്നതുപോലെ ലോക ചാമ്പ്യന്മാരായാലും എത്ര എവറസ്റ്റ് കൊടുമുടി ആയാലും അതിനെ കീഴടക്കാൻ ആർക്കും സാധിക്കുമെന്ന് തെളിയിക്കുന്നതാണ് അർജൻറ്റീന സ്പെയിൻ വേൾഡ് കപ്പ്. പിന്നെ ശരിക്കും ഈജിപ്തിൻ്റെ മത്സരത്തോടു കൂടി ഞാൻ അർജൻറ്റീനയോട് വിട പറഞ്ഞതാണ്. കാരണം ഈജിപ്ത് പൊരുതി നേടിയതാണ്. അതിലെന്തൊക്കെയോ ഒരു ദുരൂഹമായ ഇടപെടൽ നടന്നു, അങ്ങനെയാണ് അവർ ജയിച്ചത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഫിഫയുടെ ബിസിനസ്സാണ്. ഫിഫക്ക് ബ്രസീലും മറ്റ് പോളണ്ട് പോലുള്ള ആരാധക വൃന്ദങ്ങളിലുള്ള ടീമുകൾ നഷ്ടപ്പെടുമ്പോൾ, ആരാധകരുള്ള ഒരു ടീം ഇവിടെ ഇല്ലെങ്കിൽ ഗ്യാലറി കാലിയാകും. ടി വിയുടെ മുമ്പിൽ നാട്ടുപ്രദേശങ്ങളിൽ ആളുകളിലുണ്ടാവും. അർജൻറ്റീനയ്ക്ക് നല്ല ഫാൻസും ലോക നിലയിൽ ആളുകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരെ ഉന്തി ഫൈനലിൽ കൊണ്ടുവന്നു. ഫൈനലിൽ പിന്നെ റഫറിക്ക് ഒത്തുകളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അർജൻറ്റീന ഇപ്പോൾ എല്ലാവരും പറയുന്നത് 10-11 മത്സരിച്ചത്. കാരണം വെച്ചാൽ അവർക്കൊരു റെഡ് കാർഡ് പോയി. അതിന് മുന്നേ റഫറീൻ്റെ കാർഡ് മുഴുവനും ഈജിപ്തിനും ഇംഗ്ലണ്ടിനെതിരൊക്കെ കാണിച്ചിട്ടുള്ളൂ. ഇപ്പുറം കാണിക്കാൻ അവസരം ഉണ്ടെങ്കിലും കാണിക്കാറില്ല. പക്ഷേ ഇന്നലെ റഫറി കളിക്കാതിരുന്നു, അർജൻറ്റീന കളിച്ചു, അർജൻറ്റീന തോറ്റു. റഫറി കളിച്ചിരുന്നുവെങ്കിൽ അർജൻറ്റീന ജയിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി അർജൻറ്റീനക്കാരോടൊന്ന് പറയാനുള്ളത്, ഇനിയിപ്പോൾ തോൽവിയെക്കുറിച്ചൊരു പഠനം നടത്തേണ്ടി വരുമല്ലോ. അപ്പോൾ കോച്ചിനോടും അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ടീമിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ തോൽവിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ പഠനത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള ഗവേഷകരായ നല്ല സംഘം കേരളത്തിലുണ്ട്. കേരളത്തിൽ ചില കാര്യങ്ങൾ പഠിച്ച് 10 വർഷം പഠിച്ചു, ഇപ്പോഴും പഠിക്കുന്നു. അങ്ങനെ പഠിച്ച് ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നിലയുള്ള നേതൃനിരയുള്ള ഒരു നാടാണ് കേരളം. നിങ്ങൾ ഒരിക്കൽ കേരളത്തിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ചതാണ്. അപ്പോൾ പരാജയത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ കേരളത്തിൽ വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ആളുകളോട് പറഞ്ഞ് നിൽക്കാൻ പറ്റും, അവരെ നിർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് കേരളത്തിന് നിങ്ങൾ മാതൃകയ്ക്കോ. കേരളത്തിൽ അതിന് പറ്റിയ നേതൃത്വവും ആളുകളൊക്കെ ഉണ്ട്. ആരാന്ന് ഞാനിവിടെ പറയുന്നില്ല, അത് ചിലവർ കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പരാജയത്തെക്കുറിച്ച് പഠിക്കാമെന്നില്ല. അർജൻറ്റീന തോറ്റു, അത്രയേ ഉള്ളൂ. അർജൻറ്റീന തോക്കുമെന്ന് ഇംഗ്ലണ്ടുമായ മത്സരം കഴിഞ്ഞ ഉടൻ ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഇത് കളി മാറുമെന്ന്. അത് ഇന്ന് എൻ്റെ ചെക്കൻ പറഞ്ഞത് അച്ഛൻ പറയുന്നതെല്ലാം അങ്ങനെ ആകുന്നുണ്ടല്ലോ, കേരളത്തിലെ ഭരണം മാറുമെന്ന് അച്ഛൻ പറഞ്ഞത് സംഭവിച്ചത്. അതൊന്നുമല്ല, ഈ കാലാവസ്ഥയും ചില ഇടപെടലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അല്ലാണ്ട് പ്രത്യേക ദിവ്യദൃഷ്ടിയും കഴിവൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെയും നാടിൻ്റെ നല്ല അന്തരീക്ഷത്തിൻ്റെയും ഉത്സവ ലഹരിയിലും മതസൗഹാർദ്ദത്തിൻ്റെയും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ പരസ്പര സാഹോദര്യം
ഏകോദര സഹോദരന്മാരെ കഴിഞ്ഞു പോകുന്ന ഒരു നല്ല നാളുകളും നല്ല ഒരു സ്പോർട്സും ആയിരുന്നു ഫുട്ബോൾ. അത് തുടരണം, അത് അവസാനിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, അത് ഇനി നമുക്ക് 5 വർഷത്തോളം കാത്തു നിൽക്കണം. എങ്കിലും നല്ല വിജയം നേടിയ സ്പെയിനിന് 1000 അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ.